Ladies and gentlemen, this is Adesh and welcome to my comedy. ഒരു സിനിമയും ഒരു സീരീസിനെയും പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ഈ ആഴ്ചത്തെ കോട്ട ഇതോടുകൂടി തീർന്നു. ശത്രുക്കൾക്ക് മാത്രം അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ശത്രുക്കൾക്ക് മാത്രമേ അയച്ചു കൊടുക്കാൻ പാടൂ. കാരണം ഇതിലും വലിയ ശിക്ഷ സ്വപ്നങ്ങളിൽ മാത്രം. നമ്മുടെ മൃണാൽ താക്കൂർ, പൂജ ഹെഗ്ഡെ, ഋഷി ധവാൻ, ശിഖർ ധവാൻ, വരുൺ ധവാൻ ഇവരൊക്കെ അഭിനയിച്ച ഒരു കാട്ടപരാധമാണ്. അതിന് ഇട്ടൊരു പേരുണ്ട്. കടിച്ചാ പൊട്ടാത്ത ഔലൂസ് ഉണ്ടെങ്കിൽ പോലും ഇതിലും നല്ല പേരെ ഇടാൻ പാടുള്ളൂ. ഹേ ജവാനി തോ ഇഷ്ക് ഹോന ഹെ. C5 സ്ട്രീം ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഈ പടം കാണുമ്പോ എന്ത് അപരാധമാടാ തോന്നും. പിന്നീട് അങ്ങോട്ട് കാട്ടപരാധം പീക്ക് വേർഷൻ, പീക്ക് സാധനമാണ്. അതാ ഞാൻ പറഞ്ഞ ശത്രുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം. അത്രയും നല്ല സിനിമ. യൂഷ്വൽ ബോളിവുഡ് സെപ്റ്റിക് ടാങ്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ ബോളിവുഡിന് ഈ അവിഹിതം വിട്ടിട്ട് ഒരു കളിയില്ല. എനിക്ക് അറിയാൻ ചോദിക്കാണ്. ഒരുത്തന്നെ നായകന് അതീവ സുന്ദരിയായിട്ടുള്ള, ലോക സുന്ദരിയായിട്ടുള്ള ഭാര്യ ഉണ്ടാവും. എന്നാൽ പോലും വേറെ ഒരു പെണ്ണിന്റെ ഒപ്പം പോയാലേ അവന് മതിയാവുള്ളൂ. സോ നമ്മുടെ നായകൻ വരുൺ ധവാൻ പിന്നെ ജനിച്ച തന്നെ കോമാളി ആവാൻ വേണ്ടിയിട്ടാണ്. കോമാളി റോളുകൾ പെറുക്കി എടുക്കുവാണ്. സോ ഈ ഇടയ്ക്കൊന്ന് നന്നായിട്ടുണ്ടായിരുന്നു. വീണ്ടും ശങ്കരൻ ഓണ്ട കോക്കനട്ട് ട്രീ. സോ ആളുടെ പെണ്ടാട്ടിയായിട്ട് മൃണാൽ താക്കൂർ ആണ്. മൃണാൽ താക്കൂർ ഒരു കമ്പനിയുടെ CEO ആണ്. ഈ ചെറുക്കനാണ് വെച്ചാൽ രാവിലെ സൂര്യൻ ഉദിച്ച രാത്രി ചന്ദ്രൻ വരുന്ന വരെ കൊച്ചിനെ വേണം ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇത് ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും കാമപ്രാന്തന്റെ സ്റ്റോറി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മൃണാൽ താക്കൂറിനാണെങ്കിൽ CEO കരിയർ മുഖ്യം ബിഗിലെ പറഞ്ഞ് നടക്കുന്നതാണ്. കൊച്ചി ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല പറഞ്ഞിട്ട് ഇവര് തമ്മിൽ ഡൈവേഴ്സ് ഫയൽ ചെയ്യാണ്. പിന്നീട് രണ്ടുപേര് പിരിഞ്ഞു പോയിട്ട് ഇവൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് പൂജ ഹെഗ്ഡെ കണ്ടുമുട്ടുന്നു. രണ്ടുപേരും ഒരേ സമയത്ത് ഗർഭിണിയാവും. പൂജ ഹെഗ്ഡെ ഗർഭിണിയാണ് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചു പറയുമ്പോഴേക്കും മൃണാൽ താക്കൂർ വിളിച്ചു പറയുന്നു, ഞാനും ഗർഭിണിയാണ്. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂഷ്വൽ ബോളിവുഡ് സെപ്റ്റിക് ടാങ്ക് എന്ന്. പിന്നെ ബോളിവുഡുകാർക്ക് ലവ് സ്റ്റോറി ഇല്ല. പ്രേമം പറഞ്ഞ കാണുന്ന ആ ഒരു മൊമെന്റ് തന്നെ കൂടെ കിടക്കലാണ്. അതാണ് അവരുടെ ലവ് സ്റ്റോറി. വളരെ മാന്യമായിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. പൂജ ഹെഗ്ഡെക്ക് ഏതെങ്കിലും ഒരു നല്ല സിനിമ ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് പറയാനുള്ള ഒരു പടം ഉണ്ടോ? എനിക്ക് അറിയാൻ ചോദിക്കാൻ. വേറെ ഏത് നടിമാര് പണിയെടുത്തോ? ഇപ്പോഴൊക്കെ ട്രോളി അലക്കി കൊല്ലുന്ന ജാൻവി കപൂറിനെ വരെ എടുത്തോ? ജാൻവി കപൂറിന് വരെ ഉണ്ട് ഞാൻ നന്നായി അഭിനയിച്ചു പറയാനുള്ള ഒരു പടം ഉണ്ട്. എന്നാൽ പൂജ ഹെഗ്ഡെക്ക് അതുപോലും ഇല്ല. എത്ര കാലമായി പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങുന്നു? ആരും റെട്രോ മെട്രോ എന്നൊന്നും പറഞ്ഞ് വരരുത്. മുഖത്ത് കുറച്ച് കരിയോയിൽ ഒഴിച്ചാൽ ഒന്നും കിടു പെർഫോമൻസ് ആവില്ല. അത് വേറെ കാര്യം. കരിയോയിൽ തേക്കലല്ല അഭിനയം. മൃണാൽ താക്കൂർ ഒരു കാലത്ത് മൃണാലിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കിടുവായിരുന്നു. സീതാരാമം, അതേപോലെ തന്നെ ഹായ് നാന, ഇപ്പൊ ബായ് നാനയാണ്. നമ്മുടെ ഹംഗ്രി മൃണാൾ അണ്ണനില്ലേ, അണ്ണന്റെ റീൽസ് മൃണാൽ താക്കൂറിന്റെ പടങ്ങളെക്കാൾ കിടുവാണ്. ഇപ്പൊ അതാണ് അവസ്ഥ. അങ്ങേരെ റീല് നമ്മുടെ പടത്തിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. സകലമാന ഐറ്റം റോൾസ് ആണ് ഇവര് സെലക്ട് ചെയ്യുന്നത്. മൃണാളൊക്കെ ഇപ്പൊ സെലക്ട് ചെയ്യുന്ന ഫുൾ ഐറ്റം റോൾസ് ആണ്. ആൻഡ് ഇതിൽ പൂജ ഹെഗ്ഡെ ആയാലും അതേപോലെ തന്നെ മൃണാൽ താക്കൂറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിനെ പോലെയാണ്. ആക്ച്വലി ഷെയിം ഓൺ യു, അത്രേ പറയുള്ളൂ. ഇതിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇത് എഴുതിയ കോമാളി, അവരെ ഒന്നും അല്ല കുറ്റം പറയേണ്ടത്. ഇജാതി ഒരു തീട്ടപ്പടത്തിന്റെ കഥ കേട്ടിട്ട് അത് ഇവർക്ക് ഇഷ്ടമായിട്ട് ഇവർ ഈ സിനിമ ചെയ്യാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഷെയിം ഓൺ യു ബോത്ത്. ഇവര് തലയിലൊക്കെ തേങ്ങാപ്പിണ്ണാക്ക് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം തേങ്ങാപ്പിണ്ണാക്കിന് നല്ല വിലയുണ്ട്, നല്ല സാധനമാണ്. കൺട്രാവി പടം, കൺട്രാവി ഇതൊക്കെ 10-50 കോടിയൊക്കെ അടിച്ചിട്ടുണ്ട് ഇത്ര. അപ്പൊ അത് കാണാൻ പോയ ആൾക്കാർ എന്താ പറയണ്ടത്? ഇജാതി നാറ്റപ്പടങ്ങൾക്കൊക്കെ 50 കോടി കിട്ടുന്നുണ്ട്. എന്നാൽ ബോളിവുഡിൽ നല്ല നല്ല സിനിമകൾ, നല്ല നല്ല ചെറിയ ലവ് സ്റ്റോറി വരുമ്പോ അതിന് പീപ്പിൾ അക്സെപ്റ്റൻസ്. ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ആണ് പടത്തിൽ ഫുള്ള്. ഓവർ ദ ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയറി പിടിക്കലും കെട്ടിപ്പിടിക്കലും മാത്രമാണ് ഓവർ ദ ടോപ്പ് എന്ന് എനിക്ക് അറിയില്ല. പെർഫോമൻസ് എവിടെ? ഓവർ ദ ടോപ്പ് പെർഫോമൻസ് എന്നാണ് നമ്മൾ പറയാം. ഓവർ ദ ടോപ്പ് കയറിപ്പിടി, ഓവർ ദ ടോപ്പ് കെട്ടിപ്പിടി എന്നല്ല. കൺട്രാവി. പിന്നെ ഒരു സീരീസ് ഉണ്ട്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു,
ഒബ്ജെക്ഷൻ മൈ ലോഡ് പറഞ്ഞിട്ട് ഒരു തെലുങ്ക് കോർട്ട് റൂം ഡ്രാമ സീരീസ് വന്നിട്ടുണ്ട് ഇപ്പോ. അത് എങ്ങനെയുണ്ട് എന്ന് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു കണ്ടു നോക്കണമല്ലോ. C5 സ്ട്രീം ചെയ്യുന്നത്. ഞാൻ ഈ സീരീസ് കാണാൻ വേണ്ടിയിട്ട് C5 വെച്ചു. ഫസ്റ്റ് സീൻ, ഒരു അപ്പൂപ്പൻ കോടതിയുടെ വരാന്തയിൽ പോയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും. ആൻഡ് ഐ വാസ് ലൈക്ക്, ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നോക്കുമ്പോ തമിഴിൽ ഒരു സീരീസ് വന്നിട്ടുണ്ട്, സട്ടമും നീതിയും. അതിന്റെ റീമേക്ക് ആണ് ഈ ഒബ്ജെക്ഷൻ മൈ ലോഡ്. C5 ഒരു തേങ്ങാക്കൊല പരിപാടിയാണിത്. അവരെന്നെ ഒറിജിനൽ ആയിട്ട് ഒരു സാധനം ഇറക്കും, ചിലപ്പോൾ അതിന് മൾട്ടിപ്പിൾ ഓഡിയോ വരെ ഉണ്ടാവും, എന്നിട്ട് അത് വേറെ ലാംഗ്വേജിൽ വീണ്ടും റീമേക്ക് ചെയ്ത് അതിൽ തന്നെ ഇറക്കും. ഇത്രയും ഗതികെട്ട ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ടോ എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. ഈ ഇടയ്ക്ക് വിലങ്ങ് പറഞ്ഞിട്ട് തമിഴ് സീരീസ് ഉണ്ട്, കിഡു സാധനമാണ്. അതിന്റെ ഹിന്ദി, തെലുങ്ക്, കന്നഡ എല്ലാ പണ്ടാരും ഇവരുടെ OTTയിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു സാധനം മൾട്ടിപ്പിൾ ഓഡിയോയിൽ അവൈലബിൾ ആണ്. പിന്നെ എന്ത് പുണുങ്ങാനാണ് ഈ വീണ്ടും റീമേക്ക് ചെയ്ത് കൂട്ടുന്നത് എനിക്ക് അറിയില്ല. സോ ഈ ഒബ്ജെക്ഷൻ മൈ ലോഡ് കാണാത്തവരാണെന്ന് വെച്ചാൽ സട്ടമും നീതിയും കാണാം, ദാറ്റ്സ് ബെറ്റർ. അതന്നെ ഒരു ആവറേജ് സീരീസ് ആണ്. ഇത് കാണുന്നേക്കാളും ഭേദം അതായിരിക്കും നല്ലത്. കാരണം തെലുങ്ക് പരിപാടിയാണ്, ചിലപ്പോൾ അടി ഇടി പറപ്പിക്കൽ, വിമാനം ഓടിക്കൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് മറ്റത് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് റോ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടൊരു സീരീസ് ആണ്. അതും ആവറേജ് ആണ്, ഈ പറയത്തക്ക സംഭവമൊന്നുമില്ല. ചുമ്മാ സമയം പോണില്ലെങ്കിൽ മാത്രം കാണാവുന്ന ഒരു സീരീസ്. സോ വേണ്ടവര് കണ്ടു നോക്കാം.